യുക്തിക്ക് കൂടുതൽ യുക്തിയിൽ ബോധ്യപ്പെട്ടത് മാത്രം അംഗീകരിക്കുക എന്നൊരു നിലപാടിലേക്ക് ഈ വഹാബി പ്രസ്ഥാനം എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? അതിൽ 5-9 അടിച്ചു. അത്രയും അടിക്കാൻ പറ്റിയത് വേണം മതി. അതെ. പിന്നെ ഇൻഡു അടിച്ചു. പിന്നെ നിങ്ങൾ 5-9 അടിച്ചു. എന്നിട്ട് പിന്നെ സമ നോക്കിയാൽ ആ കാൽക്കുലേറ്റർ കണ്ണും പോകും. അതിൽ ഉത്തരം വരില്ല. ഇതിന്റെ അർത്ഥം അങ്ങനെ അക്കല്ല എന്നല്ല. ഈ കാൽക്കുലേറ്ററിന്റെ തലയിൽ ഇത് കൊള്ളൂല. ഈ മുജാഹിദ് ആണെങ്കിലും ജമാഅത്ത് വിദേഹത്ത് ആണെങ്കിലും യുക്തിവാദികളാണെങ്കിലും ഇവരൊക്കെ ചോദ്യവാദികളാണ്, ഉത്തരവാദികളാണ്. നമ്മൾ കഴിഞ്ഞ 9 ദിവസങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ തന്നെ നമ്മൾ ചർച്ച ചെയ്തു. നമുക്ക് ഇന്ന് 10ാം ദിവസത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 9 ദിനരാത്രങ്ങളും വളരെ മഹത്വമായി മൗലിദ് പാരായണം ചെയ്തും അല്ലാതെയുമൊക്കെ നമ്മൾ പലതരത്തിൽ ഈ ഒരു ദിനത്തെ നമ്മളിങ്ങനെ ഏറെ ശ്രദ്ധാപൂർവം സ്നേഹപൂർവ്വം നമ്മൾ അത് നിലനിർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 9 എപ്പിസോഡുകളിലും പറഞ്ഞത് നമ്മൾ ഈ വിഷയത്തെ എങ്ങനെ ഗൗരവത്തിൽ ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇതിനെ ഗൗരവതരമായി എടുക്കുന്നില്ല എന്നതാണ്. അതിൽ നമ്മുടെ കേവല യുക്തിയിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ നമുക്കതിന് ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. അതിനൊരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാമോ ഇല്ലയോ എന്നതാണ്. ഉസ്താദ്, ഇന്ന് നമ്മൾ എന്താണ് ഇന്നത്തെ ഈ ഒരു വിഷയം നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇവിടെ ഇന്നിപ്പോ യുക്തി എന്ന് പറയുമ്പോൾ ആരുടെ യുക്തി? നമ്മുടെ യുക്തി. അപ്പൊ നമ്മൾ ആരാ? നമ്മൾ വളരെ ശക്തമായ യുക്തിബോധമുള്ള ആളാണോ? അത് ഖുർആൻ പറയുന്നുണ്ട് നമ്മൾ ആരാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ, ദുർബലനായാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ട കേവല ശരീരഘടന മാത്രമല്ല, എല്ലാം അവൻ്റെത് ദുർബലമാണ്. മനുഷ്യൻ്റെത് അപ്പൊ അവന്റെ യുക്തിയും ദുർബല യുക്തിയായിരിക്കും. ആ ദുർബല യുക്തിയിലെ ഹക്കീമായ അലീമായ റബ്ബിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടണം എന്ന് പറയുന്നത് തന്നെ ഒരു യുക്തിരാഹിത്യമാണ്. നമ്മളിപ്പോ ഒരു 5ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് ഒരു PhD തിസീസ് വായിച്ചിട്ട് അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അത് അവനോട് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അതൊരിക്കലും ലോജിക്കലല്ല. കാരണം പറ്റൂല. അവന്റെ ബുദ്ധി, അവന്റെ ബൗദ്ധിക ശക്തി അത്ര വളർന്നിട്ടില്ല. അപ്പൊ അതുപോലെയാണ് ഹക്കീമും അലീമുമായ റബ്ബിന്റെ കാര്യങ്ങള് നമ്മൾ നമ്മുടെ കേവല യുക്തിയിൽ, നമ്മളെന്ന് ആരാന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഏറ്റവും ദുർബലരാണ് നമ്മൾ. യുക്തിപരമായിട്ട് ഏറ്റവും ദുർബലരായി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ട് നമ്മൾ നമ്മുടെ യുക്തിയിൽ അതൊക്കെ ഉൾക്കൊള്ളണം എന്ന് വാശി പിടിക്കുന്നത് എത്രത്തോളം നിരർത്ഥകമാണ്. പക്ഷെ ഇവര് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ നബിദിനും മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ വിഷയങ്ങളിലാണെങ്കിൽ അല്ലാത്ത വിഷയങ്ങളിലാണെങ്കിലൊക്കെ യുക്തിക്ക് കൂടുതൽ യുക്തിയിൽ ബോധ്യപ്പെട്ടത് മാത്രം അംഗീകരിക്കുക എന്നൊരു നിലപാടിലേക്ക് ഈ വഹാബി പ്രസ്ഥാനം എത്തിപ്പെട്ടിട്ടുണ്ട്. യുക്തിക്ക് നിരക്കാത്ത ഹദീസുകൾ തള്ളുക. നേരത്തെ ലൈഫാക്കുക എന്ന് പറഞ്ഞ പലതും അവരുടെ യുക്തിക്ക് നിരക്കാത്തത് കൊണ്ട് അതങ്ങ് തള്ളിക്കളയാം. അവരാരെന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. ഇനിയൊരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് ചിലപ്പോൾ അവർ ഖുർആൻ പലതും യുക്തിക്ക് നിരക്കുന്നില്ല എന്ന് പറഞ്ഞ് ഖുർആനെയും തള്ളാൻ തുടങ്ങും. കാരണം ഇതുവരെ ഹദീസ് തള്ളിയിട്ടില്ലായിരുന്നു. ഇപ്പാണ് ഹദീസ് തള്ളാനുള്ള ധൈര്യം വന്നത്. ഇനി ചിലപ്പോൾ ഖുർആൻ ആയത്തുകളെയും ലൈഫാക്കുന്ന അവസ്ഥയിൽ ഇവരെത്തും ഇവരുടെ യുക്തി കൊണ്ട്. അതാണ് എൻ്റെ ഒരു വിഷയം. അപ്പൊ നമ്മൾ ഈ കേവല യുക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ദുർബലമായ യുക്തിയിൽ ഈ വലിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളണം എന്ന് പറയുന്നത് തന്നെ അത് തന്നെ യുക്തിപരമല്ല. നമ്മൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് തന്നെ അതിന്റെ ഒരു പരിമിതി. നമ്മുടെ പരിമിതി കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഒരു വിഷയത്തെ എന്ത് ചെയ്യാൻ, സമീപിക്കാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബുദ്ധിയിൽ ഉൾക്കൊള്ളണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത്. നമ്മുടെ ബുദ്ധി വളരെ ബലഹീനാണ്. എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഇല്ല എന്നോ ഉണ്ടു എന്നോ പറയാൻ ബുദ്ധി മാത്രം ഒരിക്കലും ആധാരമല്ല എന്നർത്ഥം. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം, നമ്മൾ ഒരു 5 അക്കം വരുന്ന ഒരു കാൽക്കുലേറ്റർ, അതിൽ 5 അക്കയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൽ പരമാവധി പോയാൽ 5-9 വരും. അതിൻ്റെ അപ്പുറത്തേക്ക് അക്ക അതിൽ വരില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അതിൽ 5-9 അടിച്ചു. അത്രയും അടിക്കാൻ പറ്റിയത് വേണം മതി. പിന്നെ ഇൻഡു അടിച്ചു. പിന്നെ നിങ്ങൾ 5-9 അടിച്ചു. എന്നിട്ട് പിന്നെ സമ നോക്കിയാൽ ആ കാൽക്കുലേറ്റർ കണ്ണും പോകും. അതിൽ ഉത്തരം വരില്ല. ഇതിന്റെ അർത്ഥം അങ്ങനെ അക്കല്ല എന്നല്ല. ഈ കാൽക്കുലേറ്ററിന്റെ തലയിൽ ഇത് കൊള്ളൂല. അവിടെ മനുഷ്യന്റെ പരിധിക്ക് അല്ലാത്ത വെച്ചൊരു പരിധിയുണ്ട്. ആ പരിധിന്റെ അപ്പുറത്തേക്ക് ഇതിലടിച്ചു നോക്കിയാൽ കിട്ടൂല. ഇതിലടിച്ചു നോക്കിയാൽ കിട്ടാഞ്ഞാൽ അതില്ലാന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവന് ബുദ്ധിയില്ല. ബുദ്ധി കൊണ്ട് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടണം എന്ന് പറഞ്ഞത് ഒരിക്കലും ശരിയല്ല. മാത്രമല്ല ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് യുക്തിവാദികളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ചിലപ്പോൾ യുക്തിവാദികൾ ചോദിക്കലുണ്ട്, നമ്മളെ ബുദ്ധിയോട് നമ്മൾ ആലോചിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഒരു ദൈവം വേണം എന്നതാണ്. ഒരു ശക്തി വേണം. ദൈവം എന്ന് പോട്ടെ, ഒരു ശക്തി വേണം. അപ്പോൾ അവർ പറയും അല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ദൈവം വേണ്ട എന്നാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് അവരോട് ചോദിക്കാം, അപ്പോൾ എൻ്റെ ബുദ്ധി കൊണ്ട് കിട്ടിയത് തെറ്റാന്ന് ഇപ്പോൾ നിങ്ങൾ അംഗീകരിച്ചില്ലേ?
നമ്മളെ ബുദ്ധി കൊണ്ട് കിട്ടിയത് തെറ്റാന്ന് അംഗീകരിച്ചല്ലോ. അപ്പൊ ബുദ്ധിക്ക് തെറ്റാന്നായല്ലോ. ഇനി നിങ്ങളെ ബുദ്ധിയാണ് ശരി, എന്റെ ബുദ്ധി അല്ല ശരി എന്ന് തീരുമാനിക്കാൻ വേറെ ബുദ്ധി വരണ്ടേ? അപ്പൊ ബുദ്ധി യുക്തിവാദം തെറ്റാണെന്നുള്ള യുക്തിയോടെ തന്നെ തെളിയിക്കാം. ഇത് തന്നെയാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാലേ എല്ലാവരുടെ ബുദ്ധിക്കും കിട്ടുന്നത് ശരിയല്ല, ചിലരുടെ ബുദ്ധിക്ക് മാത്രമേ ശരിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. യുക്തിയാണ് ശരി എന്ന് പറഞ്ഞാൽ എല്ലാവരും ശരിയാണോ? ഈ യുക്തികൾ തമ്മിൽ വൈരുദ്ധ്യം വരികയാണ്. വൈരുദ്ധ്യം വരുമ്പോൾ വൈരുദ്ധ്യം ശരിയാവില്ല. അപ്പൊ ഏതോ ഒരു യുക്തി തെറ്റാകണം. അതോടുകൂടി അടിസ്ഥാനപരമായ യുക്തി കൊണ്ട് മാത്രം കിട്ടുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നത് ശരി. യുക്തിക്ക് വില ഒക്കെ ഉണ്ട്, പക്ഷെ യുക്തിക്ക് മാത്രം ഒരിക്കലും വിലയില്ല. പല കാര്യങ്ങളും നമ്മൾ അന്ധമായി അംഗീകരിക്കേണ്ടി വരും. നമ്മുടെ വാപ്പ ആരാണെന്നുള്ളത് ഉമ്മ പറഞ്ഞു തന്നായിരിക്കും, അതിനെ തെളിവ്. അല്ല DNA ടെസ്റ്റ് നടത്തിയിട്ടൊന്നല്ല നമ്മളത് വിശ്വസിക്കണേ. അതിനിപ്പോൾ വന്നിട്ടുള്ളൂ, ഇതിന് മുമ്പുള്ള ആൾക്കാരില്ലേ, അത് ഉമ്മാനെ വിശ്വസിക്കാന്നാണ് അതിന്റെ തെളിവ്. ഇനി അതിന് ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ട് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ ഇവിടെയും ബുദ്ധിപരമായി ബോധ്യപ്പെട്ടതേ അംഗീകരിക്കൂ എന്ന് പറയുന്നത് ബുദ്ധിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരിക. നമ്മുടെ മൗലിദിലും മറ്റൊക്കെയുള്ള പല സംഭവങ്ങളും അവർക്ക് പലപ്പോഴും ബുദ്ധി കൊണ്ട് ആലോചിച്ചാലും മനസ്സിലാവില്ല. അത് മാത്രമല്ല ഹദീസിലൊന്നും മനസ്സിലാവില്ല നമ്മൾ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ബറാത്തിൻ്റെ അന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു 3 യാസീൻ ഓതും. ബറാത്തിന് 3 യാസീൻ ഓതും. ഒരു യാസീൻ എന്തിനാ ഓതുന്നത്? ആദ്യത്തെ യാസീൻ പറയും ആയുസ്സിൽ വർധനമുണ്ടാകാനാണ്. ആയുസ്സിൽ വർധനമുണ്ടാകാൻ. അപ്പോൾ ഇവർ പറയും ഒരു മനുഷ്യൻ ഉമ്മ ഗർഭം ചുമന്ന് 4-ാം മാസത്തിൽ ഒരാൾ ആയുസത്തിൽ നിന്ന് കണക്കാക്കുന്നത് സ്വഹീഹ ഹദീസിലുണ്ടല്ലോ. അതേ ഹദീസിലുണ്ട്. അപ്പോൾ ആ ഹദീസിൽ അങ്ങനെ ഉണ്ടായിരിക്കെ പിന്നെ യാസീൻ ഓതിയിട്ട് എന്ത് കാര്യമാണ്? അള്ള കണക്കാക്കി ആയുസ് എന്നാലേ കിട്ടുള്ളൂ. യാസീൻ ഓതിയാലും ഇല്ലെങ്കിലും. അപ്പം ലോജിക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കുമ്പോൾ ശരി തന്നെയാണ്. 4-ാം മാസത്തിൽ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി യാസീൻ ഓതിയിട്ട് എന്താ കാര്യം? ഇത് യഥാർത്ഥത്തിൽ ഇവരെ ചോദ്യമാണ്. പക്ഷെ അതേ ഹദീസിൽ എന്തുണ്ട്? ആ സഖിയും ഹുവ അം സഈദുൻ, അവൻ വിജയിയാണോ പരാജയമാണോ എന്ന് 4-ാം മാസത്തിൽ എഴുതിയേക്കുന്നുണ്ട്. ഇനി നാളെ മാസം പറഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിക്കാ നരകത്തിക്കാന്ന് എപ്പോൾ എഴുതിയേക്കും? 4-ാം മാസം നിങ്ങൾ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? സ്വർഗത്താന്ന് എഴുതിയാൽ നിങ്ങൾ ഏതായാലും സ്വർഗത്തേക്കല്ലേ പോകുള്ളൂ. നരകത്തിനാ ഞങ്ങൾ ഏതായാലും നരകത്തിൽ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ഇത് യാസിമ മാത്രം ചോദിക്കേണ്ട ചോദ്യമല്ലല്ലോ. ഇവിടേക്ക് വരണ്ടേ? ഈ ബുദ്ധിയോട് ചിന്തിച്ചാൽ മൊത്തം പൊളി ഇല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയാ? നമ്മൾ പറയും സ്വർഗത്തിക്കാന്ന് കണക്കാക്കിയവനാണ് നിസ്കരിക്കണം, ചിന്തിക്കണം, നിസ്കരിക്കണതും. നരകത്തിക്കാന്ന് കണക്കാക്കിയവനാണ് നിസ്കരിക്കാതെ പോണതും അങ്ങനെ പോണതും. അതുപോലെ ആയുസ് നീട്ടാൻ കണക്കാക്കിയവൻ യാസീനോദില്ല. ഈ ചില യുക്തിവാദികളോ അല്ലെങ്കിൽ ഇത്തരം വാദം ഉന്നയിക്കുന്ന ആളുകളോ പറയുന്ന ഒരു കാര്യമുണ്ട്. ചില ആളുകളോട് ഇപ്പോൾ സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എടുത്താൽ ഇസ്ലാമിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം മുസ്ലിം പണ്ഡിതന്മാർ നൽകുന്നില്ല, അവർ ഒളിച്ചോടുകയാണ്, അത് യുക്തിയില്ല എന്ന് പറയും എന്ന് പറഞ്ഞു. പക്ഷെ ഇവർക്ക് ഈ കാര്യം എങ്ങനെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കും? നമ്മുടെ ഒരു കാര്യം നമ്മൾ പറയേണ്ടത്, ഈ മുജാഹിദ് ആണെങ്കിലും ജമാഅത്താണെങ്കിലും വിദേഹത്താണെങ്കിലും യുക്തിവാദികളാണെങ്കിലും ഇവരൊക്കെ ചോദ്യവാദികളാണ്, ഉത്തരവാദികളാണ്. ഉത്തരം അന്വേഷിക്കുന്നവരും അല്ല. ഈ ചോദ്യവാദം മകളെ എളുപ്പമുള്ള കാര്യമാണ്. ഉത്തരം പറയാൻ കുറെ പ്രയാസമാണ്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കാം, മനസ്സിലാക്കാനും പ്രയാസമാണ്. ഉത്തരം പഠിക്കാനും മനസ്സിലാക്കാനും ഒരുപാട് സമയം പിടിക്കും, ഒരുപാട് ടൈം പിടിക്കും, പ്രയാസമാണ്. ചിലപ്പോൾ ഉത്തരത്തേക്ക് എത്തൂല. ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ കടകളുണ്ടല്ലോ, പീടികൾ, ഇന്ത്യ രാജ്യത്തിൽ എത്ര പീടിയുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞെന്താ? നിങ്ങളൊരു 4 മാസം കഴിഞ്ഞിട്ട് ഇത്ര പറഞ്ഞാൽ മതി. ആവോ? നടക്കൂല. ചോദിക്കാൻ എത്ര സെക്കൻഡ് എനിക്ക് ഒന്നുള്ളൂ. പല ഒരാളുടെ തലയിൽ എത്ര മുടിയുണ്ട് ചോദിക്കാൻ എത്ര എളുപ്പമുള്ള കാര്യമാണിത്. അപ്പൊ ഇത്തരം ചോദ്യങ്ങളാണ് ചോദിക്കുകയാണ്. ഒരു ചോദ്യം ഒറ്റ ചോദ്യം ഇങ്ങനെ ഉണ്ടോന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവരിങ്ങനെ ചോദിക്കണമെന്നാണ് മൗലൂദ് ഓതണമെന്ന് ഖുർആനിലും ഹദീസിലും ഇങ്ങനെ വ്യക്തമായിട്ട് ഇങ്ങനെ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ചോദ്യം റെഡിയാണ്. നിങ്ങൾ ഹദീസിൽ കാണിച്ചിരുന്ന സാധാരണ ചിന്തിക്കണേ 5 വക്ത് നിസ്കാരം ഖുർആനിലാണ് ഉണ്ടോന്ന് ചോദിച്ചാൽ കുടുങ്ങും. 5 വക്ത് നിസ്കാരം ഖുർആനിലുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് നിങ്ങളിപ്പോൾ കുറെ കാലം ഖുർആൻ ഓതാൻ വേണ്ടി എവിടെയെങ്കിലും നിങ്ങൾ ദുഹർ, അസർ, മഗ്രിബ്, ഇശാ ഖുർആൻ കണ്ടു? മൗലൂദൊക്കെ അടക്കണ്ട, അതൊക്കെ സുന്നത്തല്ലേ. ഒരു മുസ്ലിം ആയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യമായി ചെയ്യേണ്ട കാര്യം 5 വക്ത് ഫർദ് നിസ്കാരമാണല്ലോ. അതിൽ ആർക്കും അഭിപ്രായത്തില്ലല്ലോ. ശേഖനൂരിനെ അഭിപ്രായത്തിലുള്ളൂ, മുസ്ലിങ്ങൾക്ക് ആർക്കും അഭിപ്രായത്തില്ല. ഈ 5 വക്ത് നിസ്കാരം പോലും ഖുർആൻ ഇങ്ങനെ ദുഹർ, അസർ, മഗ്രിബ് പറഞ്ഞിട്ടില്ല. ഹംസു സലവാത്തിൻ എന്ന് പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ശേഖനൂർ എന്ന് പറഞ്ഞത്. 3 ഉള്ളൂ എന്ന് പറഞ്ഞത്. 3 ഉള്ളൂ എന്ന് ശേഖനൂർ പറഞ്ഞു. അപ്പോൾ ഒരുത്തും ചോദിക്കാണ്, ഇത്രയും വലിയ ഇസ്ലാമാണ് നിങ്ങളെ ഇസ്ലാം, ഇങ്ങനത്തെ വലിയ ഇസ്ലാം ആകുന്ന ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം പോലും അത് ഇത്ര റക്കായത്താണ്, ഇന്ന വക്തുകളാണ്, അതിന് രൂപം എന്നതാണ് എന്നുപോലും നിങ്ങൾ ഖുർആനില്ല എന്ന് ചോദിച്ചാൽ ബുദ്ധിപരമായൊരു ചോദ്യമാണ്, പ്രസക്താണ് അല്ലേ?
തീർച്ചയായും. അപ്പൊ പക്ഷെ ആ ചോദ്യത്തിന് നമ്മൾ ഇത് വഹാബിയറ്റ് ചർച്ച കേട്ടോ. അതെ, യുക്തിവാദിയിലേക്ക് പോകുമ്പോൾ നമ്മള് മറ്റു തമ്മിലല്ല. മറുപടി വരണം. അല്ല, നമ്മളെ പിന്നല്ല പറഞ്ഞത്, യുക്തിവാദിയായിട്ടുമല്ല ചർച്ച. അതെ അതെ അതെ. ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയുമ്പോ യുക്തിവാദിക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യം തന്നെയാണ്. അവൻ ചോദിക്കാം. വഹാബിക്ക് ചോദിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതിന് ബുദ്ധിപരമായി യോജിക്കണോ ഇല്ല എന്നല്ലേ. യുക്തിവാദി നമ്മൾ നേരത്തെ തന്നെ പൊളിഞ്ഞു. കാരണം ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ പലതും തെറ്റാണെന്ന് ആ ബുദ്ധി തന്നെ സമ്മതിക്കുന്നു. അതുകൊണ്ടാണല്ലോ അയാൾ ചോദ്യം അതെ. വരുന്നത്. ബുദ്ധി കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തൊക്കെ സാധനങ്ങൾ. നിങ്ങൾക്ക് ജീവനില്ലേ, ഈ ജീവൻ എങ്ങനെ നിങ്ങൾക്ക് ബുദ്ധി കൊണ്ടെന്ന് പറഞ്ഞു തരാൻ പറ്റും? നിങ്ങൾ കുറെ പഠിച്ചല്ലോ. ജീവൻ എങ്ങനെ, രൂപം എന്താണ്, അതിന്റെ നിറം എന്താണ്, അത് എവിടെ സ്ഥിതി ചെയ്യുന്നു, നിർവചിക്കാൻ കഴിയില്ല. സ്വന്തം ശരീരത്തിലുള്ള ജീവൻ പോലും എവിടെയാണ് എങ്ങനെയാണ് ഏതാണ് തിരിയില്ലെങ്കിലും അള്ളാഹിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞില്ലേ, എന്ത് ബേജാറാകാനുള്ളത്? പഴയ കാലത്ത് നമ്മളെ കാലഘട്ടം നിങ്ങൾ ചോദ്യം പോയതുകൊണ്ട് നമ്മൾ വഹാബീസ് ആണെങ്കിലും യുക്തിവാദിക്ക് പോയതുണ്ട്. പഴയ കാലത്ത് നമ്മളൊക്കെ സ്കൂൾ പോണ കാലത്തിൽ ഈ ശാസ്ത്ര സാഹിത്യ പരിസരത്തേരുണ്ട് യുക്തിവാദിന്റെ പഴയ ടീം. അവർ എന്ത് ചെയ്യും, ഒരു മനുഷ്യന്റെ രൂപം ഇങ്ങനെ വരക്കും ബോർഡുമേൽ. എന്നിട്ട് വരച്ചിട്ട് ചോദിക്കും, നിങ്ങൾ അള്ളാഹ്ക്ക് കാലുണ്ടോ? അപ്പൊ നമ്മൾ മദ്രസ കാലില്ല, മാച്ച്. കൈയുണ്ടോ? അങ്ങനെ ഒക്കെ മാറ്റി. അല്ലല്ല. അപ്പൊ നമ്മൾ അപ്പുറത്ത് വേറൊന്ന് വരയ്ക്കുക, ഇത് മാഷേ നിങ്ങളെ ജീവനാണ്, നിങ്ങളെ ജീവന് കാലുണ്ടോ? ജീവൻ കാലില്ലല്ലോ. ഈ കാല് നമ്മൾ മരിച്ചാലും ഉണ്ടാവുമല്ലോ, ജീവൻ പോയാലും ഈ കാലുണ്ടോ? അപ്പൊ ഇത് ജീവന്റെ കാലല്ല, ജീവന് കാലില്ല, കൈയില്ല, ഒക്കെ മാറ്റി. മാഷ നിങ്ങളിപ്പോ ചത്തതാണ് അറിഞ്ഞല്ലോ. ഇതുപോലത്തെ വാദല്ലേ ഇപ്പൊ അത്. അപ്പൊ മാഷക്ക് പറയാൻ പറ്റണ എന്താണ്? അങ്ങനെ പറയാൻ പാടില്ല. കൈ അനങ്ങുന്നുണ്ട്, കാലനങ്ങുന്നുണ്ട്, ഇതൊക്കെ അനങ്ങണമെങ്കിൽ ജീവൻ വേണം. അതെ, നമ്മൾ പറഞ്ഞ ലോകം മുഴുവൻ അനങ്ങുന്നുണ്ട്, അതുകൊണ്ട് ആളുണ്ട്, അതിന്റെ ജീവൻ അതാണല്ല. പ്രശ്നം തീർന്നു. അല്ലാതെ ഈ രൂപമുണ്ടോ കാലുണ്ടോ കൈയുണ്ടോ ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല. അപ്പൊ ഇതെല്ലാം പോലും നമ്മളെ ബുദ്ധിയിൽ ഉൾക്കൊണ്ടത് അംഗീകരിക്കൂ എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല. അവരൊക്കെ ചോദിക്കുന്ന ചോദ്യം അതാണ്. പഴയ കാലത്ത് അബൂ ഹനീഫ ഇമാമിന്റെ മറ്റൊരു തോന്നുന്നുണ്ട്, ഒരു ചരിത്രത്തിൽ കാണാം, ഒരു യുക്തിവാദി വലിയ വെല്ലുവിളി നടത്തിയിട്ട് എല്ലാവരും ഭയങ്കര ചോദ്യത്തിൽ മുട്ടിക്കണം. അപ്പം മൂപ്പര് പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കാം സംവാദം. വേറെ സംവാദം ഏറ്റെടുക്കല്ല, മൂപ്പര് ഏറ്റെടുക്കാറുണ്ട് സംവാദം. അങ്ങനെ സംവാദത്തിന് വെല്ലുവിളിച്ച് ഡേറ്റൊക്കെ നിശ്ചയിച്ച് സ്റ്റേജൊക്കെ കെട്ടി രണ്ടു കൂട്ടർ സ്റ്റേജിമ്പോൾ വരേണ്ട സമയമായി. യുക്തിവാദി സ്റ്റേജിൽ എത്തി, ഉസ്താദിനെ കാണില്ല. അപ്പോൾ ഒരു യുക്തിവാദിക്ക് ധൈര്യം കൂടി, അയാൾ പിന്നെ സ്ട്രോങ് ആയിട്ട് പ്രസംഗിച്ച് ഒരു 3/4 മണിക്കൂർ ഒരു ടൈം നമ്മൾ പറയാം. കഴിഞ്ഞാലാണ് ഉസ്താദ് കയറിയത്. അപ്പൊ യുക്തിവാദി പറഞ്ഞു, നിശ്ചയിച്ച സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? ഉസ്താദ് ഞാൻ നിശ്ചയിച്ച സമയത്ത് പുറപ്പെട്ടിരുന്നു. വരുന്ന വഴിക്കൽ വലിയൊരു പുഴ ഉണ്ടായിരുന്നു. ഈ പുഴ കടക്കാനോട് തോണിയില്ല, ഒരു സംവിധാനമില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ നല്ലൊരു മരം, ഒരു വൃക്ഷം ഉണ്ടായിരുന്നു. ആ വൃക്ഷം ഇങ്ങനെ മുറിഞ്ഞിട്ട് അതിങ്ങനെ പലകകളായി. പിന്നെ അതിങ്ങനെ തോണിയായി. പിന്നെ തോണി അതിൻ്റെ മുന്നിൽ വന്നിരുന്നു. അപ്പോൾ ഞാനതിൽ കയറി, അത് ഇന്നെ ഇവിടെ എത്തിച്ചു. അപ്പോൾ അതിനൊരു 3/4 മണിക്കൂർ ടൈം പിടിച്ചാണ്. അപ്പോൾ യുക്തിവാദി പറഞ്ഞു, ഈ പൊട്ടം മൂലേരാണോ എന്നോട് സംവാദത്തിന് വിളിക്കും? ഒരു മരം സ്വന്തമായിട്ട് മുറിയുക, അത് സ്വന്തമായിട്ട് പലകയാകുക, അത് സ്വന്തമായിട്ട് തോണിയാകുക, എന്നിട്ട് ഇയാളെ സ്വന്തമായിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. എന്ത് വിഡ്ഢിത്താണ് ഇയാൾ ഈ പറഞ്ഞത്? ഈ വിഡ്ഢിനെയാണോ എന്നോട് സംവാദത്തിന് വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഒരു തോണി പോലും സ്വന്തമായിട്ട് ഉണ്ടാകൽ ഇത്ര വലിയ വിഡ്ഢിത്താണെങ്കിൽ ഈ ലോകം മുഴുവൻ വെറുതെ ഉണ്ടായതെന്ന് വാദിക്കുന്നത് നിങ്ങൾ എത്ര വലിയ വിഡ്ഢിയെന്ന് വെച്ചു. അതുകൊണ്ട് അയാളെ കാറ്റുപോയി. അപ്പൊ ചുരുക്കി പറഞ്ഞാല് യുക്തി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സ്ഥാപിച്ചാൽ കഴിഞ്ഞുള്ളതല്ല. നമ്മളെ വിഷയ മൗലൂദും വഹാബികളെ വിദ്യ ഉണ്ടോ അതിന്റെ ഇടയിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ എനിക്ക് പോയതാണ്. അപ്പൊ ക്ലബ് ചെയ്ത് കിടക്കുന്നതാണ് ചോദ്യം. അപ്പൊ ബുദ്ധി കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്ഥാപിക്കാൻ പറ്റും കഴിയില്ല. വഹാബിയോട് നമുക്ക് ചോദിക്കാം. പിന്നെ നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഇബ്ലീസിലോ മറ്റൊരു കാണാം. പിന്നെ ഇബ്ലീസ് ചോദിക്കേണ്ട ഏത് ചോദ്യം? ഈ യുക്തി ചോദ്യങ്ങളുടെ ഉദ്ഘാടകൻ ഇബ്ലീസാണ്. അതിന് ഉദ്ഘാടനം കിട്ടണം നമുക്ക്. ആ ചോദ്യം ഉദ്ഘാടനം ചെയ്താൽ അയത്താക്കപ്പെടുന്നത് ഇബ്ലീസാണ്. ഇബ്ലീസ് പിന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഇബ്ലീസ് മലായിക്കത്തോണ്ട് പറഞ്ഞു, അള്ളാഹ് റബ്ബാന്ന് ഇലാഹാന്നൊക്കെ എനിക്ക് ഉറപ്പാ, പക്ഷെ അള്ളാഹു താല ചെയ്യുന്ന ചില കാര്യങ്ങൾ എനിക്ക് സംശയമുണ്ട്. സംശയം ചോദിക്കണം, യുക്തി ചോദ്യമാണോ ചോദിക്കണേ? അപ്പൊ മലായിക്കത്ത് ചോദിക്കുവാണ്. അപ്പോൾ ഇന്നെ ഉണ്ടാക്കണ പിന്നെ അള്ളാഹ്ക്കറിയില്ല, ഫിത്തന മുഴുവൻ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നു, പിന്നെ എന്തിനാ പല്ല എന്നെ ഉണ്ടാക്കിയെന്നാ? ഇന്നെ ഉണ്ടാക്കണ പിന്നെ ഫിത്തന ഉണ്ടാക്കുന്ന അള്ളാഹ്ക്കറിയാം, പിന്നെ എന്തിനാ അള്ള എന്നെ ഉണ്ടാക്കിയത്? ചോദ്യം സാറല്ലേ. മലക്കൾക്ക് ഉത്തരം കിട്ടിയില്ല, മലക്കൾക്കൊന്നും ഉത്തരം കിട്ടിയില്ല. അപ്പൊ ഈ വഹാബിയുടെ ചോദ്യത്തിന് ചിലപ്പോൾ 10 ഉസ്താദന്മാർക്ക് ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല. ഉത്തരം കിട്ടാതെ വഹാബിയ ആണെങ്കിൽ ആദ്യം ചേരേണ്ടി ആരെപ്പറാ? ഇബ്ലീസിന്റെ ഒപ്പരാണ്. കാരണം ഈ ഇബ്ലീസിന്റെ ചോദ്യത്തിന് ഒരു മലക്കിനും ഉത്തരം കിട്ടിയില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ 5 ചോദ്യങ്ങൾ ഇബ്ലീസ് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് ഒന്നും മലായിക്കത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. അള്ളാഹു താല ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് സമയം വൈകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അള്ളാഹു താല അതിന് ഉത്തരം പറയുന്നുണ്ട്. ചോദ്യങ്ങൾ 5 ചോദിക്കുന്ന ഉത്തരം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇത്തരം ചോദ്യങ്ങൾ ഇബ്ലീസ് തുടങ്ങിയതാണ്. അതാണ് യുക്തിവാദി ചോദിക്കുന്നത്. അതിന് നമ്മൾ നേരത്തെ ഉത്തരം പറഞ്ഞു. അതേപോലെ തന്നെ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവം രണ്ടും യുക്തിവാദിയാണ്. പക്ഷേ വഹാബി അർദ്ധ യുക്തിവാദിയാണ്, ഫുൾ യുക്തിവാദിയാണ്. ഇത്ര വ്യത്യാസമുള്ളൂ. മൊത്തം ഫുൾ യുക്തിവാദിയാണ്, ഇവൻ അർദ്ധ യുക്തിവാദിയാണ്. ചില വിഷയം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത്
ബറാത്തിന് യാസീൻ ഓതിന് മാത്രം ചോദിച്ചാൽ വഹാബിയാവും. ആ ഹദീസിൽ തന്നെയുള്ള മറ്റേ ഭാഗം കൂടി ചോദിച്ചാൽ ആരോ യുക്തിവാദിയാവും, പൂർണ്ണ യുക്തിവാദിയാവും. ഈ ഹദീസിന്റെ ഒരു ഭാഗം ചോദിച്ചാൽ വഹാബി. അപ്പൊ അർദ്ധ യുക്തിവാദിയാണ്, മറ്റേ ഫുൾ യുക്തിവാദിയാണ്. വഹാബിസ് യുക്തിവാദത്തിലുള്ള കവാടാണെന്ന് ജബ്ബാർ അയാളൊരു പോസ്റ്റ് കുറച്ചു മുമ്പ് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, എന്നെ യുക്തിവാദിയാക്കിയത് മുജാഹിദുകളാണെന്ന് പറഞ്ഞിട്ട്. അയാളെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പൊ കിടപ്പുണ്ടോന്ന് അറിയില്ല, അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് അവരാളുകൾ പറയുന്ന പ്രസംഗങ്ങളുണ്ടത്, അവർ പലരും പ്രസംഗിക്കുന്നുണ്ട്. ഇനി നല്ല യുക്തിവാദി എക്സ് മുസ്ലിം ഒക്കെ ആയ കുറെ ആളുകളുണ്ടല്ലോ, ഇവരൊക്കെ 90% അല്ലെങ്കിൽ 95% അവർ പോയത് വഹാബി പ്രസ്ഥാനം. അപൂർവം മാത്രമേ സുന്നി പ്രസ്ഥാനം പോയതുണ്ടാവുള്ളൂ. ഓക്കെ, അതിന്റെ ഒരു സൈൻ ഓഫ് ഒന്ന് കൊടുത്തേക്ക്. അപ്പൊ കേവല യുക്തി എന്നത് മാത്രമല്ല, കാരണം ദീൻ ഉമർ ഹദീസ് ഉണ്ടല്ലോ, ദീൻ യുക്തിയായിരുന്നെങ്കിൽ ഹുഫന്റെ അടിഭാഗമായിരുന്നു തടവാൻ പറയുക, അതല്ലെങ്കിൽ മേൽഭാഗമല്ല തടവാൻ പറയുന്ന പറയുന്ന സംഭവം ഉണ്ടല്ലോ. അതെ, നമുക്ക് ചിന്തിച്ചാൽ അറിയാം. നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ ഉദു എടുക്കുന്നു, നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിൽ കയറി ഒതു ഉണ്ടാക്കണം. ഒതു ഉണ്ടാക്കിയ ഒരാൾ സെഫ് കിട്ടുമ്പോൾ കീവായി പോയി, നമ്മളെ ഭാഷയിൽ കീവായി പോയി ഒതു പോയി. വഹാബിക്കാണെങ്കിൽ സൗണ്ടോ വാസനയൊക്കെ വേണമെന്നൊക്കെ പോലും പറയണേ. ഏതായാലും അത് സങ്കല്പിച്ചെടുക്കുക, ഓൾ തന്നെ ആയിക്കോട്ടെ. ഒരു വഹാബി പള്ളിയിൽ കയറി ഓന്റെ ഒതു പോയി, ഒച്ച ഉണ്ടായിട്ട് പോയി നോക്കുക, എന്നിട്ട് അവൻ വന്നിട്ട് പിന്നെ എന്താ ചെയ്യുക? കൈ വെക്കുന്നു, മുഖം കഴിക്കുന്നു, കാല് കഴിക്കുന്നു, തല തടങ്ങുന്നു. അപ്പൊ അതിലെന്ത് യുക്തിയല്ല? പോയ സ്ഥലം കഴിക്കണില്ല. അവിടെ കഴിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ചെറിയ യുക്തി ഉണ്ട് അറിയാം, അവിടെ എന്തെങ്കിലും വാസന എന്തൊക്കെ ആകാൻ സാധ്യത. അത് കഴിക്കൽ സുന്നത്ത് പോലും ഇല്ല. കഴിക്കണ ഇവിടെ കൈ വെക്കണ്, കാല് വെക്കണം, ഇതിലെന്ത് യുക്തിയുള്ളത്? അള്ളാഹു തആല കൽപ്പിക്കുന്നു, നമ്മൾ വഴിപ്പെടുന്നു തന്നെ യുക്തി. ഇതാണ് ദീനിന്റെ എല്ലാ വിഷയങ്ങളിലുള്ള അടിസ്ഥാനം. അപ്പൊ ഈ കേവല യുക്തിയിലെല്ലാം ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ദുർബലരായ നമ്മുടെ യുക്തി ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാകുന്നത്. അതില്ലാതിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ അർദ്ധയുക്തിവാദവും അത് പിന്നീട് പൂർണ്ണ യുക്തിവാദത്തിലേക്കൊക്കെ പോകുന്നത്. കേവല യുക്തിയല്ല നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗൈബ് കൊണ്ട് അദൃശ്യമായ പല കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളെ കൊണ്ടൊക്കെ വിശ്വസിക്കുന്നത് എങ്ങനെ? നമ്മുടെ യുക്തിയിൽ ബോധ്യപ്പെട്ടിട്ടല്ല, മറിച്ച് അള്ളാഹു തആല അങ്ങനെ പറയുന്നു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാർക്ക് നമ്മളിലേക്ക് സന്ദേശം കൊണ്ടുവന്നു, അതനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് ഈ ഈമാൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കേവല യുക്തിയിൽ എല്ലാം ഉൾക്കൊള്ളുക എന്നതല്ല, മറിച്ച് വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ദൃഢമായ വിശ്വാസത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതും നമ്മുടെ പരിമിതികളെ മനസ്സിലാക്കുക എന്നുള്ളതുമാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അള്ളാഹുവിനോടുള്ള അർത്ഥനകൾ എന്നതാണ് നമ്മുടെ 11ാം ദിവസത്തിലെ നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്. നമുക്ക് ആ വിഷയവുമായി നടക്കണം.